നിങ്ങൾ മദീനയിലേക്ക് വന്നാൽ എന്നെ ഒന്ന് കാണാൻ വരണം കേട്ടോ എന്ന് അദ്ദേഹത്തോട് അതിന് സ്നേഹത്തിന് മറുപടിയായി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അദ്ദേഹം മദീനയിൽ വന്നു, തങ്ങളുടെ അരികത്തേക്ക് വന്നു, പരിചയപ്പെടുത്തി കൊടുത്തു. തങ്ങളെ അന്ന് എൻ്റെ വീട്ടിലായിരുന്നു അങ്ങ് താമസിച്ചത്, വിശ്രമിച്ചത് ഓർമ്മയുണ്ടോ? എന്നോട് മദീനയിൽ വരുമ്പോൾ ഒന്ന് കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് കാണാൻ വന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹത്തോടുകൂടെ അദ്ദേഹത്തോട് പറഞ്ഞു, സൽനി ഹാജതക്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൽനി ഹാജതക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് അസ്അലുക നാഖതൻ വഅഅനസൻ യഹ്ലിബുഹാ അഹ്ലി. പുണ്യനബിയെ, എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളത് ഒരൊട്ടകം വേണം, പിന്നെ എൻ്റെ വീട്ടുകാർക്ക് പാല് കറക്കാൻ ആവശ്യമായ ആടുകളെയും കിട്ടിയാൽ തരക്കേടില്ല എന്ന് പറഞ്ഞു. തങ്ങൾ അദ്ദേഹത്തിന് അത് സംഘടിപ്പിച്ചു കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ കയ്യിലില്ലല്ലോ, അപ്പം തങ്ങളത് സംഘടിപ്പിച്ചു കൊടുക്കുക ചെയ്യാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, അജസ ഹാദൽ അറാബിയു അൻ യകൂന കഅജൂസി ബനി ഇസ്രായീൽ. ഇസ്രായേൽ മക്കളിൽ കഴിഞ്ഞുപോയ പ്രായമുള്ള ഒരു ഉമ്മയെപ്പോലെ ആവാനൊന്നും ഇയാളെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ എന്ന് തങ്ങൾ സങ്കടത്തോടെ പറഞ്ഞു. ചോദിച്ചോളൂ, സൽനി ഹാജതക്. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, നബിയെ, ബനു ഇസ്രായേൽ കഴിഞ്ഞുപോയ വല്യമ്മയുടെ കഥ എന്താണ്? ഞങ്ങൾക്കറിയില്ലല്ലോ, എന്താണത്? വമാ അജൂസു ബനി ഇസ്രായേൽ യാ റസൂലല്ലാഹ്. ബനു ഇസ്രായേൽ കഴിഞ്ഞുപോയ പ്രായമുള്ള ആ ഉമ്മയുടെ കഥ എന്താണ് നബിയെ? അന്നേരം പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഇന്ന നബിയല്ലാഹി മൂസ അലൈഹിസ്സലാം ലമ്മ അറാദ അൻ യുഫാരിഖ മിസ്ർ. മൂസ നബി അലൈഹിസ്സലാം മിസ്രികളായ ഈജിപ്തുകാരായ ബനു ഇസ്രായേലികളെയും കൊണ്ട് ഫലസ്തീനിലേക്ക് നാടുകടക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഉലമാഉ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിലെ പണ്ഡിതന്മാർ മൂസനബിയോട് വന്ന് പറഞ്ഞു, മൂസനബിയെ, യൂസുഫ് അലൈഹിസ്സലാം മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന നാടാണിത്. യൂസുഫ് നബിയുടെ ഒരു വസിയ്യത്തുണ്ട്, നിങ്ങളെല്ലാവരും ഇവിടുന്ന് നാടുപേക്ഷിച്ചു പോകുന്ന പക്ഷം നിങ്ങൾ എന്നെയും കൂടെ കൊണ്ടുപോകണം എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ വസിയ്യത്തുണ്ട് മൂസനബിയെ. അതുകൊണ്ട് യൂസുഫ് നബിയുടെ മയ്യത്ത് കണ്ടെടുത്ത് നമ്മൾ ഫലസ്തീനിലേക്ക് കൂടെ കൊണ്ടുപോകണം. പുണ്യനബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയ. അംബിയാഇന്റെ ശരീരം ഭൂമിക്ക് തിന്നൽ ഹറാം ആണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവരുടെ ശരീരം മണ്ണ് തിന്നുകയില്ല. അവരെങ്ങനെയാണോ മറവ് ചെയ്യപ്പെട്ടത് അങ്ങനെ തന്നെ ഖിയാമത്ത് നാൾ വരെ തശ്രീഫൻ വ തക്രീമ, അല്ലാഹു ആദരവും ബഹുമാനവും നൽകിയതിൻ്റെ പേരിൽ അവരുടെ ശരീരത്തിന് കേടുപാട് സംഭവിക്കില്ല എന്ന് പുണ്യനബിയുടെ ഹദീസുണ്ട്. അത് തന്നെയാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയും. പക്ഷെ ഖബർ എവിടെ നിന്ന് കണ്ടുകിട്ടും? ആർക്കും അറിയില്ലായിരുന്നു. അവർ പറഞ്ഞു, ഇസ്രായേലികളിൽ ഒരു അജൂസ്, ഒരു പ്രായമായൊരു ഉമ്മയുണ്ട്, ആ ഒരു ഉമ്മക്ക് മാത്രമേ അതിനെ സംബന്ധിച്ചുള്ള വിവരം അറിയൂ. മൂസ നബി അലൈഹിസ്സലാമും അനുയായികളും ആ ഉമ്മയെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചു, മൻ യദുല്ലുനി അലാ ഖബ്രി യൂസുഫ്. യൂസുഫ് നബിയുടെ ഖബർ ആർക്കാണ് അറിയുന്നത്? ലാ യഅരിഫുഹു ഇല്ലാ അജൂസുൻ ഫീ ബനി ഇസ്രായീൽ.
മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചു ആ ഉമ്മയോട്, ഉമ്മ, നിങ്ങൾക്ക് മാത്രമല്ലേ അതറിയൂ, ആ രഹസ്യം നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അപ്പൊ ആ ഉമ്മ പറഞ്ഞു, ലാ അദുല്ലുക ഹത്താ തുഅ്തിയനി സുഅലി വഹാജതി. എനിക്ക് ചില ആവശ്യങ്ങളുണ്ട് മൂസ നബിയെ, എൻ്റെ ചില ഡിമാൻഡുകളുണ്ട്. ആ ഡിമാൻഡ് നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നബിയുല്ലാഹി കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ചോദിച്ചു, വമാ ഹാജതുകി, എന്താ നിങ്ങളുടെ ആവശ്യം? അന്നകൂന റഫീഖതക ഫിൽ ജന്നഹ്. മൂസ നബിയെ, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്ന ആളല്ലയോ, അള്ളാഹുവിന്റെ റസൂലല്ലേ, അങ്ങയുടെ കൂടെ സ്വർഗത്തിലെത്തണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്, അത് സാധിപ്പിച്ചു തരുമോ? മൂസ അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ആ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്തു. ഹബീബായ തങ്ങൾ പറഞ്ഞു, ഹിയ ഫിൽ ജന്നഹ്, ആ ഉമ്മ സ്വർഗത്തിലായിരിക്കും. എന്നിട്ട് ആ ഉമ്മ ഒരു ജലാശയം കാണിച്ചു കൊടുത്തു. ഈ തടാകത്തിലാണ് അതിൻ്റെ മൺകൂനയിലെ താഴെയായി യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ താബൂത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. വെള്ളം വറ്റിച്ച് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക, സ്ഥലം കാണിച്ചു കൊടുത്തു. അങ്ങനെ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ശരീരം ഒരു കേടുപാടുമില്ലാതെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ആ താബൂത്തുമായിട്ടാണ് പിന്നെ അവർ ഫലസ്തീനിലേക്ക് പോയത്. സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മഖാമിലേക്ക് കയറി ചെല്ലുമ്പോൾ വലതുഭാഗത്ത് താഴെ സയ്യിദുന യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ മഖാമുണ്ട്. നമുക്ക് സിയാറത്ത് ചെയ്യുകയാണെങ്കിൽ യൂസുഫ് നബിയും വാപ്പയായ യാക്കൂബ് നബിയും അവരുടെ ഉപ്പയായ ഇസ്ഹാഖ് നബിയും അവരുടെ ഉപ്പയായ ഇബ്രാഹിം നബിയും 4 നബിമാർ ഒരുമിച്ച് ഒരു പള്ളിയുടെ കോമ്പൗണ്ടിലാണ് ഫലസ്തീനിൽ. ഹിബ്രോൺ എന്ന് പറയും, അൽ ഖലീൽ എന്ന് പറയുന്ന സ്ഥലത്ത് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചത്, സല്ലി ഹാജതക് എന്നൊരു അറാബിയോട് തങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് ഒട്ടകവും ആടുകളും മതി എന്ന് പറയാൻ മാത്രം ഇദ്ദേഹം എന്തേ വളരെ നിലവാരം താഴ്ന്ന് ചിന്തിച്ചു പോയത്? ഇസ്രായേലിലെ ആ പെണ്ണ് ആ ഉമ്മ മൂസ നബിയോട് ചോദിച്ച പോലെ, നബിയെ, എനിക്ക് അള്ളാഹുവിൻ്റെ സ്വർഗം വേണമെന്ന് ചോദിച്ചുകൂടായിരുന്നോ? എന്തേ അദ്ദേഹത്തിന് ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു അതിൻ്റെ ഒരു അധികാരം കൊടുത്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് നാവുകൊണ്ട് ആരെങ്കിലും സ്വർഗത്തിലാണെന്ന് പറഞ്ഞാൽ അവർ സ്വർഗത്തിലാണ്. പുണ്യനിബിതങ്ങൾ മുശർരിആൻ, ശരീഅത്ത് നടപ്പാക്കുകയും ശരീഅത്ത് നിർമ്മിക്കുകയും ചെയ്യാനുള്ള അധികാരം അല്ലാഹു ഹബീബിന് കൊടുത്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളു എടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ നബി തങ്ങളുടെ വുളു എടുക്കാനുള്ള വെള്ളം, ആ വുളുവുമായി കടന്നു വന്ന റബീഅത്ത് ഇബ്നു കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹുവിനോട് തങ്ങൾ ചോദിച്ചു, സല്ലി യാ റബീഅ ഹാജതക്, സല്ലി ഹാജതക യാ റബീഅ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചോളൂ എന്ന് മഹാനായ ഹബീബിൻ്റെ സ്വഹാബിയും ഖാദിമുമായ റബീഅത്ത് ഇബ്നു കഅബ് അൽ-അസ്ലമി തങ്ങളോട് ചോദിച്ചപ്പോൾ മഹാൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. അത് ആ അജൂസ് ബനി ഇസ്രായേൽ പറഞ്ഞ മറുപടിയാണ്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്നഹ്, നബിയേ, അങ്ങയുടെ കൂടെ നാളെ സ്വർഗത്തിലാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നബിയേ. അല്ലാഹു നമുക്കും ആ സുഹബത്ത് നൽകട്ടെ. ഹബീബായ തങ്ങളുടെ മഅയ്യത്ത് അല്ലാഹു നൽകട്ടെ. പുണ്യനബി തങ്ങളോടുള്ള സ്നേഹം കൊണ്ട് നമുക്ക് ലഭിക്കേണ്ടതും അല്ലാഹു നൽകുന്നതും ഈ ഒരു വലിയ പ്രതിഫലമാണ്, സ്വർഗമാണ്. പുണ്യ ഹബീബിൻ്റെ കൂടെ ജീവിച്ചവർക്ക് മുഴുവൻ അതിന് സാധ്യമായെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇജ്മാഅ് എന്ന് പറയില്ല, എന്നാലും ഓരോ സ്വഹാബിയും സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ ആലിമീങ്ങളുണ്ട്. ഓരോ സ്വഹാബിയും സ്വർഗത്തിലാണ്. ഇബ്നു ഖുസൈമ തങ്ങളുടെ അഭിപ്രായം അതാണ്. പക്ഷേ ചില ഇമാമിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. തങ്ങൾ ജസ്മ് ചെയ്ത് പറഞ്ഞവരെ നമുക്കത് പറയാൻ കഴിയൂ എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അല്ലാഹു അലം. പക്ഷേ അവർ രക്ഷപ്പെട്ടവരാണ്. റളിയല്ലാഹു അൻഹും വറദു അൻഹു, അവർ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടവരാണ്,
അള്ളാഹു അവരെയും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതൊരു മഹത്വമാണ്. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നതും നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നതും രണ്ടിലും വ്യത്യാസമുണ്ട്. ഇത് രണ്ടും കൂടെ ലഭിക്കുക എന്നത് ഒരു മുഅ്മിന് ലഭിക്കുന്ന ദാലികൽ ഫൗസുൽ അദീം, ഏറ്റവും വലിയ പ്രതിഫലം. വറിദ്വാനും മിനല്ലാഹി അക്ബർ, അള്ളാഹു തൃപ്തിപ്പെടുക എന്നതാണ്. പുണ്യനബിതങ്ങൾ നമ്മളെ തൃപ്തിപ്പെടുക എന്നതാണ്. അള്ളാഹു അങ്ങനെ റബ്ബിൻ്റെ മഹബ്ബത്തും റിദ്വാനും നാളെ സ്വർഗവും ലഭിക്കാൻ കാരണമാകുന്ന ഒരു വലിയ അമലായി അള്ളാഹു നമ്മുടെ ഈ സദസ്സും ഇന്ന് നടക്കുന്ന ഈ പരിപാടികളൊക്കെ അള്ളാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. പുണ്യനബിയെ, അങ്ങയുടെ കൂടെ നാളെ സ്വർഗത്തിലിരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് റബിയ. അബഗൈറ ദാലിക യാ റബീഅ, തങ്ങൾ ചോദിച്ചു, റബീഅ വേറെന്തെങ്കിലും വേണോ? അപ്പൊ സ്വഹാബിമാർ പറയുന്നുണ്ട്, തങ്ങളെ കാണുമ്പോൾ നബി എനിക്ക് തുണി വേണം, എനിക്ക് പുതപ്പ് വേണം നബിയെ, എനിക്ക് ഒട്ടകം വേണം, ഭക്ഷണം വേണം എന്ന് ചോദിച്ചിരുന്ന കാലമായിരുന്നു അത്. അതൊക്കെ റബീഅ തങ്ങൾക്ക് ആവശ്യമുണ്ട്. അദ്ദേഹം ഒരു പാവമായ സ്വഹാബിയാണ്. പക്ഷേ മഹാൻ ചോദിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ചോദ്യം, അത് അദ്ദേഹത്തിൻ്റെ ഹിക്മത്താണ്, അള്ളാഹു നൽകിയ വലിയൊരു അറിവാണ്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. ആ ഒരു ചോദ്യത്തിന് അവിടെ ഉത്തരമുണ്ട്. ഹബീബേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ കൂടെ എനിക്ക് സ്വർഗത്തിൽ കിടക്കണം. സ്വർഗത്തിൽ കിടക്കുക മാത്രമല്ല, അത് അങ്ങയുടെ കൂടെയായിരിക്കണം. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ثوبان رضي الله عنه: ما بك يا ثوبان أبك من مرض. സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഈ സംഭവം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഥൗബാനെ, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? എന്തേ നിങ്ങളുടെ തൊലി നിറം മഞ്ഞയായിരിക്കുന്നു, അല്ലാതെ മെലിഞ്ഞിരിക്കുന്നു എന്ന് ഹബീബിന്റെ സ്വഹാബിയോട്, ഥൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി തങ്ങൾ ചോദിച്ച നേരം, ശാരീരികമായ അസുഖങ്ങളൊന്നുമില്ല നബിയെ, പക്ഷേ എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് എന്തോ ഒരു വേദന തോന്നിത്തുടങ്ങുന്നു. അങ്ങയെ കാണാൻ ആഗ്രഹമുള്ള മുഴുസമയവും മസ്ജിദുൻ നബവിയിലോ ഖുബായിലോ ഞാൻ അങ്ങയെ കണ്ടുമുട്ടാറുണ്ട് നബിയെ. കണ്ണിറയെ അങ്ങയെ ഞാൻ നോക്കി കാണാറുണ്ട്. എൻ്റെ വീട്ടിലെത്തി മക്കളുടെ കൂടെ ഇരിക്കുമ്പോഴും എനിക്ക് അങ്ങയെ കാണണമെന്ന് തോന്നുമ്പോൾ മക്കളെ താഴെ വെച്ച് ഞാൻ അങ്ങയുടെ മസ്ജിദിലേക്ക് ഓടി വരാറുണ്ട് നബിയെ. അതങ്ങേക്കറിയുമല്ലോ. ഞാൻ ഓർത്തുപോവുകയാണ്, ഇദാ മിച്ച വമിച്ചു, നബിയെ അങ്ങ് വഫാത്താവുകയും ഞാനും വഫാത്താവുകയും ചെയ്താൽ, ഞാൻ സ്വർഗത്തിൽ കടന്നില്ല എങ്കിൽ അങ്ങയെ ഒരിക്കലും എനിക്ക് കാണുക സാധ്യമല്ലെന്നറിയാം. എങ്ങാനും സ്വർഗത്തിൽ ആണെങ്കിൽ തന്നെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹു സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ കൊണ്ടുപോയി അള്ളാഹു പാർപ്പിക്കുമല്ലോ. മഖാമും മഹ്മൂദിലേക്ക് അള്ളാഹു അങ്ങയെ ഉയർത്തുമല്ലോ നബിയേ. സ്വർഗത്തിന്റെ താഴെ തട്ടിലെങ്ങാനും കിടക്കുന്ന ഥൗബാനിന് അങ്ങയെ വന്ന് കാണാൻ നാളെ സ്വർഗത്തിൽ സാധിക്കില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് വേദന കൊണ്ട് മെലിയുകയാണ് നബിയെ ഞാനെന്ന് മറുപടി കൊടുത്ത സ്വഹാബിക്ക് ശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലെ ഒരു ആയത്താണ് മറുപടിയായി ഇറക്കിയത്. ആ ആയത്താണിത്. അങ്ങയെ നാളെ സ്വർഗത്തിൽ താഴെയുള്ളവർക്ക് മേലെ പോകാൻ കഴിയില്ല എന്നല്ലേ, മേലെയുള്ളവർക്ക് താഴെ വരാം.
ഹബീബായ നബിയെ അങ്ങ് സയ്യിദുൽ മുർസലീൻ, മുർസലീങ്ങളുടെ നേതാവാണ്. വ അഷ്റഫുൽ ഖൽഖി അജ്മഈൻ, അല്ലാഹുവിൻ്റെ സർവ്വ സൃഷ്ടികളെക്കാളും അങ്ങ് ഏറ്റവും ഉന്നതരുമാണല്ലോ. അങ്ങിരിക്കുന്നിടത്തേക്ക് സൗബാനിന് എത്താൻ കഴിയില്ലെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഹബീബേ, ഇന്ന് ഞാൻ അങ്ങയെ ഓടി വന്ന് കാണുന്ന പോലെ നാളെ സ്വർഗലോകത്ത് അങ്ങയുടെ ദർശനം എനിക്ക് സാധ്യമാവില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിന് വേദനയുണ്ട് എന്ന് പറഞ്ഞ സ്വഹാബിയുടെ സ്നേഹത്തിന് മറുപടി പറയാൻ അല്ലാഹുവിൻ്റെ വഹി വേണ്ടി വന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. അല്ലാഹുവിനെയും റസൂലിനെയും നെഞ്ചിലേക്ക് ഏറ്റെടുക്കുകയും ആ സ്നേഹത്തിൽ നിന്ന് അല്ലാഹുവിനോടും റസൂലിനോടും അനുസരണ കാണിക്കുകയും ചെയ്തവർ അവരൊരിക്കലും താഴെയല്ല. അവർ അംബിയാഇന്റെ കൂടെയാണ്, പ്രവാചകരുടെ കൂടെയാണ്. അവർക്ക് നാളെ അല്ലാഹുവിൻ്റെ ഹബീബിനെ കാണാൻ കഴിയുക തന്നെ ചെയ്യും. അവരംബിയാഇന്റെയും ശുഹദാഇന്റെയും സിദ്ദീഖീങ്ങളുടെയും സ്വാലിഹീങ്ങളുടെയും കൂടെയാണ്. ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹം ചെയ്തവരുടെ കൂടെ കഴിയാൻ അല്ലാഹു അവർക്ക് ഭാഗ്യം നൽകും. അവർ താഴെയല്ല, അവർ മീതെ തന്നെയാണ്. വഹസുന ഉലൈക റഫീഖാ, അരികത്തിരിക്കാനും കൂടെ ഇരിക്കാനും സ്വാലിഹീങ്ങളും ശുഹദാക്കളും സിദ്ദീഖീങ്ങളും അംബിയാക്കളും കഴിച്ച് ആരാണ് വേറെയുള്ളത്? ഏറ്റവും നല്ല കൂട്ടുകാർ അവരല്ലയോ? അവരുടെ കൂടെ സൗബാനെ നിങ്ങളും ഉണ്ടാകുമെന്ന് ഹബീബായ നബി തങ്ങൾ മറുപടി പറഞ്ഞത് നിഷ്കളങ്കമായ ഹബീബിനോടുള്ള ആദരവിൻ്റെയും സ്നേഹത്തിൻ്റെയും അനുരാഗത്തിൻ്റെയും തങ്ങളോട് എന്തെന്നില്ലാതെ തോന്നിയ ഊഷ്മളമായ സ്നേഹത്തിനും അല്ലാഹു നൽകുന്ന മറുപടിയാണത്. അല്ലാഹു അംബിയാഇന്റെ സുഹബത്തും നാളെ ഹബീബിന്റെ മഅയ്യത്തും അല്ലാഹുവേ അൻത മഅ മൻ അഹ്ബബ്ത എന്ന് അവിടുത്തെ ഹബീബ് പറഞ്ഞതനുസരിച്ച് റബ്ബേ ഫഇന്നാ നുഷ്ഹിദുക വനുഷ്ഹിദു ഹമലത അർശിക വമലായികതക വജമീഅ ഖൽഖിക അന്നനാ നുഹിബ്ബുക വനുഹിബ്ബു റസൂലക വസ്ഹബഹു വഅഹ്ല ബൈതിഹി. അല്ലാഹുവേ, നിന്റെ ഹബീബിനെയും അവിടുത്തെ അഹ്ലു ബൈത്തിനെയും അസ്ഹാബിനെയും അസ്വാജിനെയും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നവരാണ് റബ്ബേ ഞങ്ങൾക്കും നിങ്ങൾ ആരെ സ്നേഹിച്ചിട്ടുണ്ടോ അവരുടെ കൂടെയാണ് എന്ന ഹബീബിന്റെ വചനത്തിന് അന്വർത്ഥമാക്കും വിധം നാളെ സ്വർഗലോകത്ത് അല്ലാഹുവേ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഹബീബിന്റെ മുഹിബ്ബീങ്ങളായ സഹോദര സഹോദരിമാർ, പ്രായമുള്ളവർ, ഉപ്പമാർ, ഉമ്മമാർ, പണ്ഡിതന്മാർ, സാധാരണക്കാർ, അല്ലാഹുവേ വിദ്യാർത്ഥിനികൾ, ഞങ്ങളെല്ലാവർക്കും അല്ലാഹുവേ ഞങ്ങൾ ഓരോരുത്തരുമായി ബന്ധപ്പെട്ട മുഅ്മിനാത്തുകൾക്ക് നിന്റെ സ്വർഗത്തിൽ ഒരിടം നൽകണേ അല്ലാഹ്. മരണപ്പെട്ടവർക്ക് നൽകണേ റബ്ബേ, ദീനിന്റെ ഖാദിമീങ്ങൾക്ക് നൽകണേ റബ്ബേ. ബഹുമാനപ്പെട്ട സമസ്തകള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത മഹല്ലുകളിൽ മദ്രസകളും പള്ളികളും ദീനീ സ്ഥാപനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന മഹല്ലുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഉമറാക്കളുണ്ട് റബ്ബേ. അല്ലാഹുവേ അനുഗ്രഹിക്കണമേ. അവഗൈറ ദാലിക യാ റബീഅ, വുദൂഇന്റെ വെള്ളം കൊണ്ടുകൊടുത്ത റബീഅ തങ്ങളോട് തങ്ങളെന്ന് ചോദിച്ചിട്ടുണ്ട്. റബീഅ, സ്വർഗത്തിൽ എൻ്റെ കൂടെ എന്നതിന് പകരം വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ലാ യാ റസൂലല്ലാഹ്, ഇല്ല നബിയേ, എനിക്ക് അത് മതി. അതിനാണ് ഹബീബായ തങ്ങൾ മറുപടി കൊടുത്തത്, യാ റബീഅ അഇന്നി അലാ ദാലിക ബികഥറത്തി സുജൂദ് ഫഅഇന്നി അലാ ദാലിക ബികഥറത്തി സുജൂദ്. സ്വർഗത്തിൽ എൻ്റെ കൂടെ ഒരു ഇടം ഞാൻ അങ്ങേക്ക് തരാം. ഒരു ചെറിയ കാര്യം നിങ്ങൾ എന്നെ സഹായിക്കണം. ഫഅഇന്നി അലാ ദാലിക ബികഥറത്തി സുജൂദ്, നെറ്റിത്തടം
മുസല്ലയിൽ വെച്ച് അല്ലാഹുവിന് ചെയ്യുന്ന സുജൂദ്, സുന്നത്തായ നിസ്കാരങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കണമേ റബീഅ. നിങ്ങളുടെ ഈ ഉദ്ദേശം സാധ്യമാകാൻ അത് വളരെ അനുയുക്തമാണ്, നിങ്ങൾക്കത് എളുപ്പമാക്കി തരും. അതുകൊണ്ട് സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണമേ എന്ന് റബീഅ തങ്ങളോട് പറയുന്ന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങൾ ഹബീബായ നബി തങ്ങളെ കാണുന്നത് അങ്ങനെയാണ്. ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ളവർ, സങ്കടങ്ങൾ ബോധിപ്പിക്കാനുള്ളവർ, ശിക്വയും ശികായത്തും ബോധിപ്പിക്കാനുള്ളവർ. ഹബീബായ തങ്ങളോടല്ലാതെ സ്വഹാബികൾക്ക്, മുഅ്മിനീങ്ങൾക്ക് ആരോടാണ് ഈ ഭാരം ഇറക്കി വെക്കാൻ കഴിയുന്നത്? ഉമ്മത്തിന്റെ ഷഫീഅല്ലയോ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ മഹ്ശറയിൽ വിചാരണയ്ക്ക് വേണ്ടി ഹബീബ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണയ്ക്ക് നിർത്തുമ്പോൾ പുണ്യ നബിയെ തവസ്സുൽ ചെയ്യാൻ സർവ മുഅ്മിനും നിർബന്ധിതനാണ്. ദുനിയാവിൽ പോലും ഹബീബിനെ തവസ്സുൽ ചെയ്തിട്ടില്ലാത്തവർ ഹബീബായ നബി തങ്ങളെ ഇടതേടി അല്ലാഹുവിനോട് ചോദിക്കേണ്ടി വരും. ഹബീബിനോട്, പുണ്യ നബി തങ്ങളോട് ശികായത്ത് പറയേണ്ടി വരും. ഹബീബേ, അല്ലാഹുവിനോട് പറയണേ ഒന്ന് വിചാരണ തുടങ്ങാൻ. ഹബീബേ, അല്ലാഹുവിനോട് പറയണേ വിചാരണ തുടങ്ങാൻ. എല്ലാ മുഅ്മിനീങ്ങളും അമ്പിയാക്കളുടെ പിന്നാലെ ഓടുന്ന ദിവസമാണത്. ഒന്ന് റബ്ബിനോട് പറയണേ എന്ന് ഹബീബിനോട് ഇടതേടേണ്ട ഒരവസ്ഥയിലേക്ക് ദുന്യാവിൽ ഇടതേടാത്തവർ പോലും എത്തിപ്പെടും നാളെ. ഹബീബായ നബി തങ്ങൾ അനശ്ശാഫിഉൽ മുശഫ്ഫഅ, ഞാൻ ശുപാർശ ചെയ്യുന്നവരാണ്, എൻ്റെ ശുപാർശ അല്ലാഹു സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫയഹ്മിദുല്ലാഹ ബിമഹാമിദ, ഒരിക്കലും ഒരു പ്രവാചകനും അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടില്ലാത്ത ഹംദുകൾ അല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് സുജൂദിൽ വീഴുന്നത്. യാ മുഹമ്മദു ഇർഫഅ റഅസക സൽ തുഅത വശ്ഫഅ തുശഫഅ എന്ന് ആരോടാണോ പറയപ്പെടുന്നത് നബിയെ, തല ഉയർത്തുക, ചോദിച്ചോളൂ, അങ്ങേക്ക് നൽകപ്പെടും. ആർക്ക് വേണ്ടിയാണോ ശുപാർശ പറയേണ്ടത് അങ്ങ് പറഞ്ഞോളൂ, ആ ശുപാർശ ഇവിടെ സ്വീകരിക്കപ്പെടുമെന്ന് ആരോട് പറയപ്പെടുമോ ആ ഹബീബാണ് നമ്മുടെ യജമാനരും സയ്യിദുമായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാഖൻ നബിയ്യീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഭാവ ഗുണങ്ങൾ, അവിടുത്തെ ശാരീരിക വർണ്ണനകൾ, ഷമായിൽ, പുണ്യനബി തങ്ങളുടെ ഈ ഉമ്മത്തിനോടുള്ള റഹ്മത്ത്, ഹബീബിൻ നമ്മളോട് കാണിച്ച ഷഫഖത്ത്, ഇതിനൊക്കെ പകരം എന്താ നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുക? നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് പോലും സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന സ്വലാത്ത് പോലും പുണ്യനബിയോട് ഈ ഉമ്മത്ത് കടപ്പെട്ടിരിക്കുന്ന ശുക്ർ കൊടുക്കൽ മാത്രമാണ്. നമ്മുടെ പ്രാർത്ഥനയല്ല അത്. പ്രാർത്ഥനയാണ്, അതിൻ്റെ സ്വീക പ്രാർത്ഥനയാണ്. പക്ഷേ അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് പ്രാർത്ഥനയല്ല. എന്തേ? നമ്മുടെ ശുപാർശയൊന്നും വേണ്ട, പുണ്യനബിക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യാൻ, നമുക്ക് ഹബീബുമായി ബന്ധിക്കാനുള്ള ഒരു പാലം പണിഞ്ഞതാണ് ഹബീബിൻ്റെ മേൽ സ്വലാത്ത് ചെല്ലുന്നത്. പുണ്യനബി തങ്ങളെ മനസ്സുകൊണ്ട് ഹബീബിൻ്റെയൊക്കെ പുണ്യനബി തങ്ങളിലേക്ക് മനസ്സുകൊണ്ട് ചേർന്ന് നിൽക്കുന്നത്. അള്ളാഹു നമ്മുടെ കൽബുകളെ ആ ഒരു ആത്മീയ ബാന്ധവത്തിലായി അള്ളാഹു സംരക്ഷണം നൽകി നിർത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങൾ തമ്മിൽ റൂഹാനിയായൊരു ബന്ധമുണ്ട്, ആത്മാക്കൾ തമ്മിലുള്ള ബന്ധമുണ്ട്. ആ ബന്ധം നമ്മുടെ നാടോ ജില്ലയോ സംസ്ഥാനമോ ഭാഷയോ ഒരുപക്ഷെ ആശയ വ്യത്യാസങ്ങളോ മറികടന്നുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനൊരു ഈമാനിക ബന്ധമുണ്ട് മുഅ്മിനീങ്ങൾക്ക്. അത് ജീവിച്ചിരിക്കുന്നതിനേക്കാളും വലിയ ബന്ധമാണ് മരിച്ചവരുമായിട്ട്. മരിച്ചവരുടെ ലോകം റൂഹ് സ്വതന്ത്രമാകുന്ന ഒരു ലോകമാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ റൂഹും തമ്മിലുള്ള ബന്ധത്തിന് ദൂരം കുറയും.
ജീവിച്ചിരിക്കുന്ന ഒരാളെ നമ്മൾ ചെന്ന് കാണണം, സമയമെടുക്കും. നമ്മുടെ ശരീരത്തിനകത്ത് റൂഹ് കിടക്കുന്നത് കൊണ്ട് റൂഹിന് നിയന്ത്രണങ്ങളുണ്ട്. നമ്മൾ അകലുമ്പോൾ വിചാരിക്കും നമ്മൾ അകന്നു എന്ന്. സത്യത്തിൽ ആത്മാവുകൾക്ക് അകൽച്ചയില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്നവരെ സന്ദർശിക്കുകയാണെങ്കിലും മരിച്ചു കിടക്കുന്ന മഹാന്മാരെ പോയി സന്ദർശിക്കുകയാണെങ്കിലും ആ ബന്ധങ്ങളൊക്കെ ഈമാനിൻ്റെ ഉറവിടമായ മുത്തുനിബിതങ്ങളോടുള്ള ബന്ധമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ റൂഹുമായി നമുക്ക് ബന്ധിക്കാൻ സാധിക്കുന്ന ബന്ധം അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ഓരോ സ്വലാത്തും ആ ബന്ധത്തെ ഏറ്റവും കനപ്പെട്ട ബന്ധമാക്കി മാറ്റുകയാണ് വേണ്ടത്. ആ സ്വലാത്തുകൾ പുണ്യനബി തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ അടുത്ത് നാളെ സ്വർഗലോകത്തടുത്തിരിക്കാൻ ഭാഗ്യമുള്ളവർ അക്തറുക്കും അലയ്യ സ്വലാത്ത, നിങ്ങളിൽ ആരാണോ എൻ്റെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നത് അവരാണ് എന്ന് പറയുമ്പോൾ ആ സ്നേഹബന്ധം നമുക്ക് ഹബീബിനെ കാണാൻ കഴിഞ്ഞില്ല. ഹബീബിൻ്റെ ഒരു സദസ്സിൽ പോയിരുന്ന് ഹബീബിനെ നേരിട്ട് കേൾക്കാൻ പറ്റിയിട്ടില്ല. പുണ്യനബിയെ തങ്ങളെ ഒന്ന് കൈപിടിക്കാൻ പറ്റിയിട്ടില്ല. അവിടുത്തെ ഒന്ന് കണ്ണു നിറയാനായിട്ടില്ല. പക്ഷേ ഈ സ്വലാത്തിന്റെ ബന്ധം കൊണ്ട് മുഅ്മിനീങ്ങളെ ഹബീബുമായി അല്ലാഹ് മുഹമ്മദ് ഞാൻ നബിയായി വരുന്നതിൻ്റെ മുമ്പ് മക്കയിലൂടെ നടന്നു പോകുമ്പോൾ പാറക്കല്ലുകളുള്ള മലയിലൂടെ നടന്നു പോകുമ്പോൾ പാറക്കല്ലുകളുള്ള മലകളുള്ള മക്കയിൽ ഒരു വലിയ പാറക്കഷ്ണം എനിക്ക് കണ്ടാൽ അറിയും, അലിയേ കാനത്തു സല്ലിമു അലയ്യ, അതെന്നോട് പറയുമായിരുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലായവരെ അങ്ങേക്ക് അല്ലാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് റസൂലാകുന്നതിൻ്റെ മുമ്പ് യാ റസൂലല്ലാഹ് എന്നൊരു ശബ്ദം ഒരു പാറക്കഷ്ണത്തിൽ നിന്ന് ഞാൻ കേൾക്കുമായിരുന്നു. അലിയേ, നിങ്ങളെൻ്റെ കൂടെ വരുമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമായിരുന്നു എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ആ ഒരു കല്ലിൻ കഷ്ണം ഹബീബിനോട് കാണിക്കുന്ന അനുരാഗം നോക്കൂ. വിശുദ്ധമായ ജബൽ ഉഹദ്, ഹാദിഹി ത്വാബതു വഹാദാ ജബൽ യുഹിബ്ബുനാ വനുഹിബ്ബുഹു, മദീനയെ നോക്കി തങ്ങൾ പറയുമായിരുന്നു, ഇത് ത്വയ്ബയാണ്, ഇത് ത്വാബയാണ്. മദീനക്ക് ത്വാബ എന്ന പേരുണ്ട്, ത്വയ്ബ എന്നും പേരുണ്ട്. ഇത് ത്വാബയാണ്. വഹാദാ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു, ഈ പർവ്വതം ഉഹദ് നമ്മളെ സ്നേഹിക്കുന്ന മലയാണ്. ഈ മലയോട് നമുക്കും സ്നേഹമുണ്ട് എന്ന് ഒരു പർവ്വതത്തോട് നോക്കി, മദീനയിൽ കിടക്കുന്ന ജബൽ ഉഹദിലേക്ക് നോക്കി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലയോ, ആ മലയുടെ മുകളിൽ ഹബീബാ നബി തങ്ങളും സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും ഉസ്മാൻ എന്നവരും 4 പേര് ജബൽ ഉഹദിന്റെ മുകളിലൂടെ നടക്കുമ്പോൾ ഇർതജഫത്, ഉഹദ് മല ഒന്ന് വിറങ്ങലിച്ചിട്ടുണ്ട്, ഒരൽപ്പം ആനന്ദം കൊണ്ട് വിറച്ചു പോയിട്ടുണ്ട്, സന്തോഷം കൊണ്ട് വിറച്ചു എന്നാ പറയാ. ആ സമയത്ത് പുണ്യനബി തങ്ങൾ കാലുകൊണ്ട് ചവിട്ടിയില്ലയോ, ഉസ്ബുത് യാ ഉഹദ്, ഉഹദേ അനങ്ങാതിരിക്കൂ, ഫഇന്നമാ അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാൻ, ഉഹദേ നിന്റെ മീതെ കയറി നിൽക്കുന്നത് നബിയാണ്, സിദ്ദീഖ് എന്നവരാണ്, 2 ശുഹദാക്കളുമാണ്. ആരാ 2 ശുഹദാക്കൾ? ഉമർ എന്നവരും ഉസ്മാൻ എന്നവരും. നടക്കാൻ പോകുന്ന സംഭവം പുണ്യനബി തങ്ങൾ കാലത്തെ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹദ് ഇങ്ങനെ വിറങ്ങലിച്ചത് ലിമഹബ്ബത്തിൻ നബി, പുണ്യനബി തങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് ഹദീസ് പണ്ഡിതന്മാർ. മഹബ്ബത്താണ്. 5 നേരം നിസ്കരിക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, നോമ്പ് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മഹബ്ബത്ത് കൂടെ ഇല്ലെങ്കിൽ ആ മനുഷ്യൻ റഅഫത്തില്ലാതെ, ആർദ്രതയില്ലാതെ വരണ്ട ഒരു മനസ്സിൻ്റെ ഉടമയായി മാറുകയാണ്. സ്നേഹത്തോടുകൂടെ ഇതൊക്കെ ചെയ്യുന്നവർ മഹബ്ബത്തൻ ലില്ലാ. നിസ്കരിക്കുന്നവരെ സംബന്ധിച്ച് മഹാന്മാർ പറഞ്ഞു 4 തരത്തിൽ നിസ്കാരക്കാരുണ്ട്. ഒന്ന്, വുളൂവും നിസ്കാരത്തിൻ്റെ ഷർത്തുകളും ഫർളുകളും റുക്കുനുകളും സുന്നത്തുകളും ഒക്കെ കറക്റ്റ് ചെയ്യാതെ, മനസ്സുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാതെ നിസ്കരിക്കുന്നവർ, അവർക്ക് ശിക്ഷയുണ്ടെന്നാണ്. പിന്നെ
ഷർത്തും ഫർദും റുക്നും നിസ്കാരത്തിൻ്റെ സ്ട്രക്ചർ വളരെ മനോഹരമാണ്. മനസ്സുകൊണ്ട് പിശാച്ചിൻ്റെ ചിന്തകൾ ഇങ്ങനെ വരുമ്പോൾ പിശാച്ചിൻ്റെ ചിന്തകളെ തട്ടിമാറ്റുക മാത്രമാണ് ചെയ്യുന്നത്. നല്ലത് ചിന്തിക്കാൻ നേരം കിട്ടുന്നില്ല. പിശാച്ചിൻ്റെ ചിന്തകൾ അള്ളാഹുലേക്ക് അടുക്കുന്ന നിസ്കാരക്കാരൻ ആരാണ്? ഹൃദയം കൊണ്ട്, കൽബ് കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് മാത്രം, ആ കൽബിൽ മലീഉൻ ബിമഹബ്ബതിഹി വഅളമതിഹി, അള്ളാഹുവിൻ്റെ മഹത്വവും അള്ളാഹുവിനോടുള്ള സ്നേഹവും നിറഞ്ഞ കൽബുമായിട്ട് റബ്ബിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നവർ. വസ്വാസ് വരുന്നില്ല. കൽബ് നിറയെ അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്, അള്ളാഹുവിനോടുള്ള ബഹുമാനമാണ്. ഇത് രണ്ടും മനസ്സിൽ നിറയെ കൊണ്ടുവന്ന് നിസ്കരിക്കുന്ന ഒരാളുടെ നിസ്കാരം കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റുള്ളൂ. മറ്റേതൊക്കെ കൂലി വാങ്ങിപ്പോരാ, അടുപ്പം കിട്ടൂല. മുഖറബുൻ ഇലൈ, അള്ളാഹുലേക്ക് അടുക്കണമെങ്കിൽ കൽബിൽ ഈ സ്നേഹം നിറയണമെന്നാണ് പറഞ്ഞത്. അള്ളാഹു നമ്മുടെ നിസ്കാരങ്ങളൊക്കെ സ്വീകരിക്കുന്നതാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ. ആകെ ഒരു 3 മിനിറ്റ്, മാക്സിമം 4 മിനിറ്റിൻ്റെ കഥയാണ് ഈ പറയണത്. ആ ഒരു 3-4 മിനിറ്റ് മുഴുവനായും കൽബ് കൊണ്ട് അള്ളാഹുവിനോടുള്ള സ്നേഹം കാണിച്ചുകൊണ്ട് നിസ്കരിക്കുകയാണ്. അത് വലിയ പ്രയാസമായിരിക്കും അല്ലേ? അരമണിക്കൂർ 1 മണിക്കൂർ യോഗാഭ്യാസം ചെയ്യുന്നവന് ഒരു കോൺസെൻട്രേഷൻ ഒരു കുഴപ്പം വരുന്നില്ല. നിസ്കാരം ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് നിസ്കരിക്കുമ്പോഴേക്കും മനസ്സ് എവിടേക്കോ പോയിട്ട് വരാം. അതുവരെ പോകാത്തിടത്തൊക്കെ ആ സമയത്ത് പോകും. ഇബ്ലീസ് ഉണ്ടെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അതാണെന്നാണ്. കാരണം വേറെ ഒരു വിഷയത്തിലും കോൺസെൻട്രേഷന് ബുദ്ധിമുട്ടില്ല, നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ മാത്രമേ ഇത് വരുള്ളൂ. യാ അല്ലാഹ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യനിബിതങ്ങളെ പരിശുദ്ധമായ ഉഹദ്, ഹാദാ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബു, ഈ ജബലിനോട് നമുക്ക് സ്നേഹമാണ്, ആ ജബലിന് നമ്മളോടും സ്നേഹമാണ് എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു മനോഹരമാണത്! പുണ്യനബി എന്തിനെയൊക്കെ സ്നേഹിച്ചുവോ അതിനോടുള്ള സ്നേഹം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മദീനയിലെ ഒരു നെയ്ത്തുകാരൻ, ഒരു ഖയ്യാത്ത്, ടൈലർ, ഹബീബായ നബി തങ്ങളെ ദഅാഹു ഇലാ തുആം, ആ മനുഷ്യനുണ്ടാക്കിയ ഭക്ഷണം പുണ്യനബിയെ കഴിപ്പിക്കാൻ ഹബീബിനെ ക്ഷണിച്ചു വീട്ടിലേക്ക്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിലേക്ക് പോവുകയാണ്. അനസ് തങ്ങൾ പറയുന്നു, ആ മനുഷ്യനുണ്ടാക്കിയ ഭക്ഷണത്തിൽ ദുബാ എന്ന് പറഞ്ഞാൽ മത്തൻ എന്ന് പറയും, ചൊരങ്ങാന്നും പറയും. വലിയ പ്രയാസമുണ്ട്. കാസർഗോട്ടിൽ, മലപ്പുറത്ത് പറയുന്ന ചുരങ്ങക്ക് മത്തങ്ങ എന്ന് പറയും, അവിടുത്തെ മത്തങ്ങയ്ക്ക് ഒരു ചുരങ്ങാന്നും പറയും. മത്തനാവാനാണ് സാധ്യത കൂടുതൽ എന്ന് പറയാം. കാരണം അല്പം ഉണങ്ങിയിട്ടും കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന ആ നാടുകളിൽ ലഭ്യമാകാമായിരുന്ന ഒരു സംഭവം അതാണ്. ചുരങ്ങ ഒരു പക്ഷേ ഉണങ്ങിക്കഴിഞ്ഞാൽ അത് കറി വെക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. നേരെ വെച്ച് മത്തൻ കുറച്ചുകൂടെ ഉണങ്ങിയാലും നിൽക്കാൻ, ഇത് രണ്ടിനും ദുബ എന്ന് പറയും. സാമരെ കൂടെ ഉണ്ട് തിരുത്തണം. ചുരങ്ങയ്ക്കും മത്തനും പറയും, പംകിനും, പിന്നെ ചുരങ്ങയ്ക്ക് എന്താ പറയുക എനിക്കറിയാം. ഇത് രണ്ടിനും ദുബ എന്ന് പറയും. അനസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഹബീബായ നബി തങ്ങൾ ആ മത്തൻ്റെയോ ചുരങ്ങയുടെയോ അതിൻ്റെ അംശങ്ങൾ ഇങ്ങനെ നോക്കി കഴിക്കുന്നത് ഞാൻ കണ്ടു. അവിടെ മുതൽ എനിക്കത് ഇഷ്ടമായി, പിന്നെ ഞാനത് ഇഷ്ടപ്പെട്ടു എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇമാം തുർമുദി തങ്ങളുടെ റിവായത്തുണ്ട്, ചെറിയ ദുഅഫുണ്ട് എന്നൊക്കെ പറയാറുണ്ട്, എന്നാലും അത് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. മത്തൻ്റെ വള്ളി കാണുമ്പോൾ ആ വള്ളി പിടിച്ചുകൊണ്ട് അനസ് എന്നവർ പറയുന്നുണ്ട്, എൻ്റെ ഹബീബ് കഴിച്ച ഭക്ഷണമാണ് വള്ളി, നിന്നിലുണ്ടാകുന്നത് എൻ്റെ ഹബീബിന് ഇഷ്ടമുള്ളതായിരുന്നു എന്ന് പറഞ്ഞ് ആ മത്തങ്ങയുടെയോ ചൊരങ്ങയുടെയോ ആ വള്ളി പിടിച്ച് അനസ് റളിയല്ലാഹു അൻഹു ആ സ്നേഹം ഓർത്തെടുക്കുന്നുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അവിടെ മുതൽ എനിക്കത് ഇഷ്ടമായി എന്ന്. എന്തേ? അത് ഹബീബിൻ്റെ ഇഷ്ടമാണ്. ഹാദിഹി ത്വാബ, ഇത് മദീനയാണ്. വഹാദാ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു, ഈ പർവ്വതം ജബൽ ഉഹദ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നാം ഉഹദിനെയും സ്നേഹിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഴ തിമർത്ത് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നബിയെ ഞങ്ങൾക്ക് മഴ മതി എന്ന്
മദീന പള്ളിയിൽ ഹബീബ നബി തങ്ങൾ ഖുത്ബയോതുമ്പോൾ തങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞ ഒരു സ്വഹാബി, തങ്ങളോട് വന്ന് പരാതി പറഞ്ഞ സ്വഹാബി അവിടുത്തെ പരിശുദ്ധമായ വിരലുകൊണ്ട് اللهم حوالينا ولا علينا اللهم على الأكام والجبال والضراب والأودية ومنابت الشجر എന്ന് പരിശുദ്ധമായ ഹബീബിൻ്റെ സബ്ബാബത്ത് കൊണ്ട് ആകാശത്തേക്ക് വിരൽ ചൂണ്ടുന്നു. അവിടെ ഒരു വട്ടം വരയ്ക്കുന്നു. ആ മേഘങ്ങൾ ചിന്നിച്ചിതറി പോകുന്നു, അങ്ങ് നിഷ്പ്രഭമാകുന്നു, കാണാതെയാകുന്നു. മദീനയിൽ പിന്നെ മഴ നിൽക്കുന്നു. മദീനയുടെ പരിസരത്ത് ഈ സുഹാബിയുടെ നാട്ടിൽ പിന്നെ മഴയില്ല. വേണ്ടെന്ന് പറഞ്ഞപ്പോൾ, അത് നിർത്തിവെക്കാനും മഴ വേണമെന്ന് പറഞ്ഞപ്പോൾ, അല്ലാഹുമ്മ അഗ്സിനാ റബ്ബേ ഞങ്ങൾക്ക് മഴ വേണമെന്ന് ആ പരിശുദ്ധമായ വിരലുകൾ ആകാശത്തേക്ക് ഉയർത്തി ചോദിച്ചപ്പോൾ മേഘങ്ങൾ വന്നതും വമാ ഫിസ്സമായി ഖുസ്അതു സഹാബിൻ, ഒരു മേഘത്തിൻ്റെ ഒരു പടലം പോലും ആകാശത്തില്ലായിരുന്നു. ഹബീബ് ദുആ ചെയ്തപ്പോഴാണിത് കിട്ടിയത് എന്നും സുഹാബിമാർ. ഞങ്ങൾക്ക് ചന്ദ്രനെ പിളർത്തി കാണിച്ചു തരണം, എങ്കിലേ വിശ്വസിക്കൂ എന്ന് പുണ്യനബി തങ്ങളോട് മുഅ്ജിസ ആവശ്യപ്പെട്ടപ്പോൾ ഹബീബിൻ്റെ പുണ്യവിരലുകൊണ്ട് റബ്ബേ ഈ ചന്ദ്രൻ 2 പിളർപ്പാക്കി മാറ്റിത്തരണമെന്ന് പറഞ്ഞ ആ സംഭവത്തിൽ പുണ്യനബി തങ്ങൾക്ക് വേണ്ടി ആ ചന്ദ്രൻ 2 പിളർപ്പായി മാറിയത്. പ്രപഞ്ചത്തിലെ ഓരോന്നും ഹബീബിന് വഴങ്ങിക്കൊടുക്കുന്ന വിധം അല്ലാഹു ഹബീബിൻ്റെ മഹത്വവും അളമത്തും നമുക്ക് കാണിച്ചു തരികയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്, ഉലമാ അങ്ങനെയാണ്, സാദാത്യങ്ങൾ അങ്ങനെയാണ്. ഹബീബായ പുണ്യനിബിതങ്ങളിൽ നിന്നും കിട്ടുന്ന ഒരു റഹ്മത്തുണ്ട്. അവരെ റഹ്മത്ത് കൊണ്ടാണ് നടക്കുന്നത്. ഭൂമിയിൽ ആസകലം റഹ്മത്ത്. ഔലിയാക്കന്മാർ ഖൽബിൽ റഹ്മത്ത് നിറച്ച് നടന്നവരാണ്. എല്ലാവരോടും ഹാദാ ഖൽഖുല്ലാഹ്, അവരുടെ മനസ്സിൽ അങ്ങനെ വരൂ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളല്ലേ. ഏത് ജാതിയാണെങ്കിലും മനുഷ്യൻ അള്ളാഹിൻ്റെ ഖൽഖല്ലയോ, ജന്തുജാലങ്ങൾ അള്ളാഹിൻ്റെ ഖൽഖല്ലേ. പുണ്യനിബിതങ്ങളാണ് അതിന് കാരണം. അള്ളാഹു ഹബീബിനെ പറഞ്ഞയച്ചത് അർറഹ്മത്തുൽ മുഹ്ദാ, ലോകത്തിന് നൽകപ്പെട്ട ഓശാരമായി ഔദാര്യമായി അള്ളാഹു ലോകത്തിന് നൽകുന്ന അള്ളാഹുവിൻ്റെ മുത്തലഖൻ റഹ്മത്താണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റഹ്മത്ത് നമുക്ക് ശരീഅത്തിന്റെ നിയമങ്ങളിൽ പോലും റഹ്മത്താണെന്നാണ് പുണ്യനബി ഞങ്ങൾ പറഞ്ഞ അവാമിറുകളും നഹിയുകളും, ചെയ്യണം എന്ന് പറഞ്ഞതും ചെയ്യരുത് എന്ന് പറഞ്ഞതും, നിരോധനകളും കൽപ്പനകളും അതിൽ പോലും റഹ്മത്താണ്. എല്ലാറ്റിലും റഹ്മത്ത്. ആ റഹ്മത്ത് കൊണ്ട് ഹബീബായ നബി തങ്ങൾ അങ്ങ് ലോകത്തെ ആവരണം ചെയ്യുകയാണ് ചെയ്തത്. ആ സ്നേഹത്തെ ഒന്നുകൂടെ നമ്മൾ മനസ്സുകളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നൊരു മുഹൂർത്തമാണിത്. സ്നേഹം, പുണ്യനബിയോടുള്ള അദമ്യമായ മഹബ്ബത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർക്കാനുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. സിദ്ദീഖ് എന്നവരെ കഴിച്ചിട്ടല്ലേ ബാക്കി. ഹബീബിൻ്റെ സ്വാഹിബുഹു ഫിൽ ഗാർ,